കുഴപ്പമില്ല. പൃഥ്വിരാജിൻ്റെ ഒരു വൺ മാൻ ഷോ ലാസ്റ്റ് മോഹൻലാൽ വരുമ്പോൾ കൊള്ളാം. ഇന്ദ്രൻസിനൊക്കെ കുറച്ചുകൂടി റോൾ കൊടുക്കാറുണ്ട്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല പടം. വൺ ടൈം വാച്ചാണ്. നല്ല കാമിയ റോള് രണ്ടും അടിപൊളിയാണ്. ലാലേട്ടനും ടോബിനോയും വെട്ടിച്ചില്ല. അതാണ് ആ പടത്തിൽ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. പടം കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ഇച്ചിരി സ്ലോ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ബിൽഡ് ചെയ്ത് തോന്നി. ക്ലൈമാക്സ് ഇപ്പം ക്യാമിയോസുമായി റിച്ച് ആയി സെറ്റപ്പായി. ക്യാമിയോ ഒക്കെ അടിപൊളിയായിരുന്നു. ലാലേട്ടൻ കിഡ് ലുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ ലുക്കും ചെറിയ റോളേ ഉള്ളു, പക്ഷെ നന്നായിട്ട് ഇൻട്രോ എടുക്കണമായിരുന്നു. അടുത്തൊരു ഭാഗമുണ്ട് അങ്ങനെയായിട്ട് അടിപൊളി പടം. നല്ല പടം. ക്ലൈമാക്സ് ഒക്കെ ചേട്ടാ പടം വിട്ട, പക്ഷെ ക്ലൈമാക്സ് അടിപൊളിയാ. പടം കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഒരു കത്തിച്ചു. ലാസ്റ്റൊക്കെ കത്തിച്ചു, വിചാരിച്ചതിൻ്റെ മേലെ കത്തിച്ചു. തിയേറ്റർ മൊത്തം കത്തിച്ചു. ഫൈറ്റ് കിട്ടുമായിരുന്നു, നൈസായിരുന്നു. പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് അഹമ്മദ് അലി ലാലേട്ടൻ്റെ ക്യാമിയോ എൻട്രി തിയേറ്റർ മൊത്തം കത്തിച്ചു. എൻട്രി രണ്ടാം ഭാഗത്തിലേക്ക് ലീഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് എന്താ അവസാനിപ്പിച്ചത്. എന്തായാലും രണ്ടാം ഭാഗം സംഭവിക്കുന്നു വിശ്വസിക്കാം. അത്രയുള്ളൂ. കിടിലം പടം. പൃഥ്വിരാജ് ഒട്ടനോട്ട് അടിപൊളിയായിരുന്നു. കൊള്ളാം, മൊത്തത്തിൽ നല്ലതായിരുന്നു. ഫൈറ്റ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ക്യാമിയോ ലാലേട്ടൻ്റെ ലുക്ക് എസ്പെഷ്യലി അടിപൊളിയായിരുന്നു. ഇതുവരെ കാണാത്തൊരു ലുക്കായിരുന്നു. കിടില ലുക്ക്. ജെക്സ് ബീച്ച് കൊള്ളാം. ജെക്സ് ബീച്ചിൻ്റെ മെലഡിയും കൊള്ളാം. ഓവറോൾ നല്ലൊരു പടം. ഓണം തൂക്കിയാൽ നാളെയാണ് മറ്റേ പടം വരുന്നത്. അപ്പോൾ നാളെ അതും കൂടി അറിഞ്ഞിട്ട് വേണം ബാക്കി ഓണം തൂക്കിയെന്ന് അറിയാം. മൊത്തത്തിൽ ഇത് കൊള്ളാം, നല്ലൊരു പടം. കിടുക്കി അടിപൊളി. ഒരു തിയേറ്റർ അങ്ങ് കുലുങ്ങിയെന്ന് ഞാൻ പറയാം. കിടിലനായിരുന്നു. അല്ല, ഫാമിലി ഡ്രാമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല പടമായിരുന്നു. താങ്ക് യു. എക്സാർ സ്വർണ്ണ കച്ചവടത്തിന് പോയാലും വിചാരിക്കുക. കൊള്ളാം. രാജുവേട്ടൻ കിട്ടിയ പെർഫോമൻസ്. കുറേ ബോംബ് പടം വന്നില്ലേ, പക്ഷേ ഇത് പൊളിച്ചു. നല്ലൊരു പടം, സൂപ്പർ. ഫൈറ്റ് കൊള്ളാം, പിന്നെ മ്യൂസിക് കൊള്ളാം, പിന്നെ സ്ക്രിപ്റ്റ് കൊള്ളാം, പിന്നെ വൈശാഖിൻ്റെ പൊതുവെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് പടം ഉണ്ടല്ലോ, അത് തന്നെയാണ്. പിന്നെ ഗോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള പടമാണെങ്കിലും ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. അത് ഞാൻ പറഞ്ഞത്. ഞാൻ ഗോൾഡ് ബിസിനസ്സിന് ഇറങ്ങിയാലോ. മൊത്തത്തിൽ പൊളിയാണ്. പൃഥ്വിരാജിൻ്റെ വൈഫായിട്ട് വന്നപ്പോൾ ഉണ്ടെന്ന് വല്ല പെർഫോമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ പൃഥ്വിരാജിൻ്റെ അപ്പൻ ആ ഒരു ക്യാമ്പിയൊക്കെ പൊളിയാണ്. മൊത്തത്തിൽ ക്യാരക്ടേഴ്സിന് പൊളിയാണ്. ആക്ച്വലി ഞാൻ പൃഥ്വിരാജ് ഫാനൊന്നുമല്ല, പക്ഷേ രാവിലെ ഒന്ന് ഷോ കണ്ടപ്പോൾ എത്തുന്ന കാണാൻ വെച്ച് വന്നതാണ്. പക്ഷേ എൻ്റർടൈനാണ്, പക്ക എൻ്റർടൈനാണ്. അത് ഞാൻ പറഞ്ഞത്. ഒരു സ്വർണ്ണം ബിസിനസ്സിലേക്ക് ഇറങ്ങിയെന്ന് വിചാരിക്കുക. ജിനു എബ്രഹാമിൻ്റെ വൈശാഖിൻ്റെ ഡയറക്ഷനിൽ ഒരു രക്ഷയില്ല. നമുക്ക് സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബാക്കിയൊക്കെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് മ്യൂസിക് ഇതെല്ലാം നമുക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ഇമോഷണലുണ്ട്, മാസുണ്ട്, ട്വിസ്റ്റ്, ഒരു രക്ഷയില്ല. ലാലേട്ടൻ്റെ എൻട്രിയാണ് കാണേണ്ടത്. അതാ പറഞ്ഞത്. ലാസ്റ്റ് വേറൊരു ട്വിസ്റ്റ് കൂടി ഉണ്ട് ഇതിനകത്ത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് എന്താണേലും നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. പൊട്ടും എന്ന് പറഞ്ഞവരോട് ഒന്നേ പറയുള്ളൂ, പൊട്ടിച്ചു. ബോക്സ് ഓഫീസിൽ തകർത്ത് പൊട്ടിച്ചു.